വർഷത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റും പേമാരിയും ഇന്ന് ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അന്തരീക്ഷ ഊഷ്മാവിലുണ്ടാകുന്ന ക്രമാതീതമായ വർധനവാണ്. അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിന് ആഗോള താപ ഉയർച്ച, അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടാണ് അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭൂപ്രദേശങ്ങൾ മാത്രമല്ല, സമുദ്രജലത്തിലെയും ഊഷ്മാവ് വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ താപ ഉയർച്ച ക്രമീകരിക്കുന്നതിന് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ തോത് കുറയ്ക്കുന്നതിലേക്ക് വേണ്ടി പല പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പലതരത്തിലുള്ള വിഷവാതകങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപ ഉയർച്ചയ്ക്കും കാരണമാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ജൈവമാലിന്യങ്ങൾ ഒരുമിച്ച് സംഭരിക്കുന്ന ഡംപിംഗ് യാർഡുകളിൽ നിന്നും ചെറുതും വലുതുമായ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ആഗോള താപ ഉയർച്ചയ്ക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനും ഇത്തരത്തിൽ ജൈവമാലിന്യങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന വിഷവാതകങ്ങൾ കാരണമാകുന്നതായിട്ടാണ് പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ, ജൈവമാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് അവ ജീർണിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിച്ചാൽ വലിയൊരളവ് വരെ അന്തരീക്ഷത്തിലേക്ക് വിഷവാതകങ്ങൾ വമിക്കുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും. ജൈവമാലിന്യങ്ങളിൽ നിന്ന് മാത്രമല്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വ്യവസായശാലകളിൽ നിന്നും എല്ലാം പല തരത്തിലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. എന്നാൽ മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിഷവാതകങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ നിരവധി മടങ്ങ് ദൂഷ്യ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവയാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇതിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചാൽ, ജൈവമാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക, അല്ലെങ്കിൽ ജൈവമാലിന്യങ്ങളെ ശരിയായ വിധത്തിൽ സംസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ ഒരു മാർഗം. അതിനനുയോജ്യമായ പദ്ധതിയാണ് ജൈവമാലിന്യങ്ങളെ ബയോഗ്യാസ് പ്ലാന്റുകളുടെ സഹായത്താൽ സംസ്കരിക്കുക എന്നുള്ളത്. ജൈവമാലിന്യങ്ങളെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സഹായത്താൽ സംസ്കരിക്കുമ്പോൾ അത് മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, അതിൽ നിന്ന് വളരെ ഗുണമേന്മയുള്ള ജൈവവാതകവും ജൈവവളവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ രംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബയോടെക് ഇന്ത്യയ്ക്ക് വിവിധ തരത്തിലുള്ള ബയോഗ്യാസ് പ്രോജക്റ്റുകൾ ഗുണഭോക്താക്കൾക്ക് നൽകാൻ കഴിയും. ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ജൈവമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പദ്ധതിയുടെ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്നതിന് അനുയോജ്യമായ ഒരു പരമ്പര ബയോടെക് ഇന്ത്യ ആരംഭിക്കുകയാണ്. Thank you.